നമ്മളിന്ന് നോക്കുന്നത് 79/2025 ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് PYQ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ആൻസർ സവർണ ജാഥ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നതാരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഏതാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതി നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്രസ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് ഏത് എന്ന് പറയുന്നത്? നാസ്ക എന്ന് പറയുന്നത്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ ലോക്തക് ആണ്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവ്യ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് പശ്ചിമവാതങ്ങൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ്. കേരളത്തെ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ആൻസർ ഏതാണ്? കുണ്ടറ. മോഷാഡ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1982. താഴെ കൊടുത്തിരിക്കുന്നവയെ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷീരോത്പാദനം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? പ്രധാനമന്ത്രി. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ സി ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗമായി സ്വകാര്യ മേഖലയിലേക്ക് വിൽക്കുക എന്നത് തെറ്റാണ്. ശരിയായിട്ടുള്ളത്, ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ആൻസർ സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? ആൻസർ ഇസ്രായേൽ. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. 1, 2, 4. പഞ്ചായത്ത് രാജ് വ്യവസ്ഥയെ ഇന്ത്യ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 ആണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തെ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 19, 21. താഴെ തന്നിരിക്കുന്നവയെ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തെ പെടുത്താവുന്നത് ഏതാണ്? ആൻസർ ഏതാണ്? സൈബർ നിയമങ്ങളാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ആൻസർ ഏതാണ്? ആൻസർ ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്നത് 3 രീതിയിലാണ്. ഏതെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 4. പരിത്യാഗം, പൗരത്വാപഹാരം, നിർത്തലാക്കൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? ആൻസർ ഡി ഗുഗേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ആൻസർ ജ്ഞാനേഷ് കുമാർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ
എത്രയാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് 1600. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എ ആണ്, 1 മാത്രം. കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? ആൻസർ എന്ന് പറയുന്നത് ഫീസ് ഇല്ല. തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ബി, മുഖ്യമന്ത്രി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉമാണ്. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിവരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? ആൻസർ എന്ന് പറയുന്നത് 15ാമത്തെയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് കെ സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ആൻസർ റിവറ്റ് പോപ്പർ സിദ്ധാന്തമാണ്. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്ന ഏതാണ്? ആൻസർ ഏതാണ്? ബി ആണ്, ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ ഏതാണ്? ഉണർവ ആണ്. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിലേതാണ്? സൈക്ലോസ്പോറിൻ എ ആണ്. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്ന ഏതൊക്കെയാണ് ശ്വേതരക്താണുക്കൾ? ആൻസർ എന്ന് പറയുന്നത് 1, 2, 4മാണ്. ന്യൂട്രോഫില, മോണോസൈറ്റ്, മാക്രോഫാജസ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഏതാണ്? കരിമ്പുഴയാണ്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ 1ഉം 2ഉം. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം. ജീൻ പ്രവർത്തനം ശരീരത്തെ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഏതാണ്? പഹൽഗാം ആണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാണ്? ആൻസർ വയലറ്റ് ആണ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏതു ബലത്തിനെതിരെയാണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. എന്താണ്? കർഷണ ബലം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് കർഷണ ബലം. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഖരമാണ്. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് S-400 ഷിംപ് ആണ്. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ pH മൂല്യം കുറയുന്നു. അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക്. അമോണിയയുടെ തന്മാത്രാഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തമെടുക്കും? ആൻസർ എന്ന് പറയുന്നത് 44.8 ലിറ്റർ.
താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ആൻസർ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. താഴെ തന്നിരിക്കുന്ന അനുഷ്ഠാന കല അല്ലാത്തതാണ് കൂടിയാട്ടം. അപ്പം അനുഷ്ഠാന കലകൾ ഏതൊക്കെയാണ്? തെയ്യം, പടയണി, മുടിയേറ്റ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ GV രാജ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? B കുഞ്ഞനന്ദൻ നായർ. താരിത മാമക ഹൃദയം വീണതു ചേരട്ടെ നിൻ തൃച്ചവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ആൻസർ ഏതാണ്? സുഗതകുമാരി ഇരുൾ ചിറകുകൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പി അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? പായൽ കബാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്രി സാത്വികത്തിൻ്റെ കർത്താവ് ആരാണ്? പ്രഭ വർമ്മ. ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. HDMIയുടെ പൂർണ്ണ രൂപം എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ആൻസർ ജിഫ് ആണ്. താഴെ പറയുന്ന വെബ് ബ്രൗസർ അല്ലാത്തത് ഗൂഗിൾ ആണ്. അപ്പോൾ വെബ് ബ്രൗസേഴ്സ് മോസില്ല ഫയർഫോക്സ്, ഡക്ക് ആൻഡ് ഡോൾഫിൻ. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ആൻസർ 107. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ്? ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി ആൻസർ സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് തലശ്ശേരി. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദ കോബ്ര ആൻഡ് ലോസ്റ്റ് അബൌട്ട് ഡാഷ് ഫ്രൈറ്റനിങ് മാനർ. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ആണ് വരുന്നത്. ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഷീ ഡാഷ് ലോങ് ഇഫ് ഷീ ഹാഡ് ഫോൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. 82ാമത്തെ ആൻസർ D ആണ്. വുഡ് ഹാവ് ലീവ്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത് ആണ്. വയലാണ് വരുന്നത്. A ആണ് ആൻസർ. VILE ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടെഗ്. ഐ തിങ്ക് ഹി ഈസ് ഫ്രം ലണ്ടൻ. ആൻസർ വരുന്നത് 84ാമത്തെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. ഈസിൻ്റെ ഹി ആണ് വരുന്നത്. അടുത്ത കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഗിവൻ സെൻറ്റൻസ്. ഡോണ്ട് പുഷ് മീ ദ ബഗർ. ആൻസർ വരുന്നത് 85ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ദ ബഗർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം ആണ്. അനാറ്റോളിയ മീൻസ് ദ പീപ്പിൾ ഓഫ്. ആൻസർ എന്ന് പറയുന്നത് B ആണ് ആൻസർ. ഏഷ്യ മൈനർ ആണ് വരുന്നത്. സിനോണിം ഓഫ് അലിയനബിൾ എന്ന് പറയുന്നത് ആൻസർ 87ാമത്തെ ആൻസർ D ആണ്. ഓൾ ഓഫ് ദ എബോ ആണ് വരുന്നത്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇഡിയം എന്താണ്? 88ാമത്തെ ആൻസർ എന്ന് പറയുന്നത് D ആണ് ആൻസർ. ഇൻ റിട്ടൺ ഫോം ആണ്. ദ ക്വാളിറ്റി ഓഫ് ബീങ് ക്ലെവർ ആൻഡ് ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഈസ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഇൻജെനുവിറ്റി ആണ്. ഇനി റീഅറേഞ്ച് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇൻ എ കറക്റ്റ് ഓർഡർ. ആൻസർ എന്ന് പറയുന്നത് 90 ആൻസർ എന്ന് വെച്ചാൽ C ആണ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ മലയാളം ക്വസ്റ്റ്യൻ ആണ്. അജഗര നായം എന്ന ശൈലിയുടെ പൊരുൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 91ാമത്തെ ആൻസർ എന്ന് സി. ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് അജഗര നായം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ പദം എടുത്തെഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. സൈര്യം ആണ്. സൈര്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക എന്നാണ് ചോദിച്ചത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അവിടമാണ്. ആ പ്ലസ് ഇടം, അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് തക്ക സമയത്ത് പ്രയോജനപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. വിൻ തലം പിരിച്ചെഴുതുമ്പോൾ വിൻ ഡലം പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലമാണ് വിൻഡലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം എഴുതാനാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് ഗുഹ പേരാൽ ആണ്. ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുഹ പേരാൽ. വിപരീത പദമാണ് ഉത്കർഷം എന്ന് പറയുന്നത്. ഉത്കർഷം വിപരീതം എന്ന് വെച്ചാൽ അപകർഷമാണ്. താഴെ കൊടുത്തിൻ്റെ വാക്കിൻ്റെ പര്യായ പദം എന്ന് വെച്ചാൽ ആരാമം. ആരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം, ഉദ്യാനം എന്നാണ്. അയണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. വിപരീതാർത്ഥ പ്രയോഗമാണ്. ഓക്കെ ഫ്രണ്ട്സ്.